ഹായ് ഓൾ, ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് IP അഡ്രസ്സ്. നമുക്കറിയാം, ഇപ്പോൾ നമുക്കൊരു നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യാം. ആ നെറ്റ്വർക്കിൽ ധാരാളം ഡിവൈസസ് ഉണ്ട്. എൻ്റെ കമ്പ്യൂട്ടറുണ്ട്, എൻ്റെ മൊബൈൽ ഫോണുണ്ട്, അതേപോലെ തന്നെ പലരും ഉപയോഗിക്കുന്ന നമുക്ക് ഡിവൈസസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിവൈസിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത ഒരു കണ്ടൻറ്റ് ഇൻ്റർനെറ്റിൽ നിന്നും കറക്റ്റായിട്ട് ആ പർട്ടിക്കുലർ ഡിവൈസിന് ലഭിക്കണമെങ്കിൽ നമുക്കവിടെ IP അഡ്രസ്സ് ആവശ്യമാണ്. എങ്ങനെയാണ് ആ പർട്ടിക്കുലർ കണ്ടൻറ്റ് കറക്റ്റായിട്ട് നമ്മുടെ റൗട്ടർ വഴി ഈ റിക്വസ്റ്റ് ചെയ്ത ഡിവൈസിലേക്ക് പോകുന്നത്? അവിടെയാണ് ഈ IP അഡ്രസ്സിൻ്റെ റോൾ വരുന്നത്. നമുക്കൊരു സിനാരിയോ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു ഫ്രണ്ടിന് മറ്റൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഒരു ലെറ്റർ അയക്കണം. അപ്പോൾ ആ ലെറ്റർ അയച്ചപ്പോൾ ആ പോസ്റ്റ്മാൻ കൺഫ്യൂസ്ഡായി ഏത് വീട്ടിലേക്കാണ് പോകേണ്ടതെന്ന്. കാരണം ആ ലൈനിൽ 3 വീടുകളുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? അയച്ചിരിക്കുന്ന ലെറ്ററിൻ്റെ മുകളിലുള്ള ആ ഹൗസ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ആ പോസ്റ്റ്മാനെ കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലേ ഏത് വീട്ടിലേക്കാണ് ലെറ്റർ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ലെറ്ററിന് മേലുള്ളത് ഹൗസ് നമ്പർ 2 ആണ്. അങ്ങനെ ആ പോസ്റ്റ്മാൻ ഹൗസ് നമ്പർ 2ലേക്ക് ആ ലെറ്റർ കൊടുക്കും. ഇതേ സെയിം സിനാരിയോ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് കേസ് വരുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത കണ്ടൻറ്റ് റൗട്ടറിലേക്ക് വന്നിട്ട് ഏത് ഡിവൈസാണ് ആ കണ്ടൻറ്റ് റിക്വസ്റ്റ് ചെയ്തത്, ആ പർട്ടിക്കുലർ ഡിവൈസിൻ്റെ അഡ്രസ്സ് നോക്കിയിട്ട് ആ അഡ്രസ്സിലേക്കായിരിക്കും ആ കണ്ടൻറ്റ് പോകുന്നത്. ഈ അഡ്രസ്സിന് പറയുന്ന പേരാണ് IP അഡ്രസ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ IP അഡ്രസ്സ് എന്നാൽ എന്താണ്, IP അഡ്രസ്സിൻ്റെ ഫങ്ഷൻസ് എന്താണ്, IP അഡ്രസ്സിൻ്റെ പല വേർഷൻസ്, അതേപോലെ തന്നെ പല ടൈപ്സ് ഓഫ് IP അഡ്രസ്സ് എന്ന ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ IP അഡ്രസ്സ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് ന്യൂമറിക്കൽ ഐഡൻറ്റിഫയർ ആണ്. ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുമ്പോൾ ആ നെറ്റ്വർക്കിലുള്ള ഡിവൈസിന് കിട്ടുന്ന അഡ്രസ്സിന് പറയുന്ന പേരാണ് IP അഡ്രസ്സ് എന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, എങ്ങനെയാണ് ഈ അഡ്രസ്സ് ഒരു ഡിവൈസിന് കിട്ടുന്നതെന്ന്. ഈ അഡ്രസ്സ് നമ്മുടെ ഓരോ ഡിവൈസിനും അസൈൻ ചെയ്യുന്നത് ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ വഴിയാണ്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ജിയോ അല്ലെങ്കിൽ VI അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കേരള വിഷൻ, അങ്ങനെ ഏത് സർവീസ് പ്രൊവൈഡറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ സർവീസ് പ്രൊവൈഡറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മുടെ ആ പർട്ടിക്കുലർ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസിനും ഓരോരോ അഡ്രസ്സ് കിട്ടുന്നത്. ഇനി നമുക്ക് IP അഡ്രസ്സിൻ്റെ ഫംഗ്ഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഫംഗ്ഷൻസിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടുമുള്ളത് 2 ഫംഗ്ഷൻസാണ്. ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഈ ഡിവൈസിന് ആ അഡ്രസ്സ് കൊടുക്കുന്നത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ്. നമ്മുടെ IP അഡ്രസ്സിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നതും അതുതന്നെയാണ്. അതായത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസിന് ഒരു ഐഡൻറ്റിറ്റി നൽകുക, അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ അഡ്രസ്സിൻ്റെ ഓണറെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി നമുക്ക് IP അഡ്രസ്സിൻ്റെ വേർഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. IP അഡ്രസ് വേർഷൻസിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടുമുള്ളത് 2 വേർഷൻസാണ്, IPv4 ആൻഡ് IPv6. അത് നമുക്ക് IPv4 അഡ്രസ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. IPv4 അഡ്രസ്സിനെയാണ് നമ്മൾ ഒറിജിനൽ വേർഷൻ ഓഫ് IP അഡ്രസ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതൊരു 32 ബിറ്റ് ബൈനറി ടൈപ്പ് ഫോർമാറ്റ് അഡ്രസ്സാണ്. ഈ അഡ്രസ്സിന് റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 255 വരെയാണ്. അതുപോലെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 4 ഒക്ടലായിട്ടാണ്. നെറ്റ്വർക്ക് ഡിവൈസ് എല്ലാം ഉപയോഗിക്കുന്നത് ബൈനറി ഫോർമാറ്റാണ്. അതായത് ഈ അഡ്രസ്സിൻ്റെ ബൈനറി ഫോർമാറ്റാണ് നെറ്റ്വർക്ക് ഡിവൈസ് ഈ അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ന്യൂമറിക്കൽ അഡ്രസ്സ് യൂസ് ചെയ്യുന്നത് ഹോസ്റ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയാണ്. അതായത് ഈ കേസിൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പർട്ടിക്കുലർ ഡിവൈസിനെ ഹോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ നെറ്റ്വർക്ക് ഡിവൈസിനെ നമുക്ക് റൗട്ടറായിട്ട് അല്ലെങ്കിൽ മോഡമായിട്ട് കൺസിഡർ ചെയ്യാം. ഈ IP അഡ്രസ്സിൻ്റെ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ നെറ്റ്വർക്ക് പാർട്ടെന്നും അതേപോലെ തന്നെ ലാസ്റ്റ് പാർട്ടിന് നമ്മൾ ഹോസ്റ്റ് പാർട്ടെന്നുമാണ് പറയുന്നത്. ഇനി നമുക്ക് IP അഡ്രസ്സിന് അടുത്ത വേർഷനായ IPv6നെ പറ്റി ഡിസ്കസ് ചെയ്യാം. അത് ടെക്നോളജി നല്ല രീതിയിൽ ഗ്രോ ആയപ്പോൾ നമുക്ക് നമ്മുടെ IPv4 അഡ്രസ്സ് തന്നെ നമുക്ക് നെറ്റ്വർക്ക് അഡ്രസ്സായിട്ട് യൂസ് ചെയ്യാൻ പരിമിതികൾ വന്നു. അങ്ങനെയാണ് നമ്മൾ IPv6 അഡ്രസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതെന്ന് പറയുന്നത് ഒരു 128 ബിറ്റ് അഡ്രസ്സാണ്. ഇതിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 4 ഹെക്സാഡെസിമൽ ഡിജിറ്റായിട്ടാണ്. അതായത് 8 സെറ്റുകളിൽ 4 ഹെക്സാഡെസിമൽ ഡിജിറ്റുകളായി 16 ബിറ്റ് ബ്ലോക്ക്, അതായത് 16 ബിറ്റ് വരെ കപ്പാസിറ്റിയുള്ള ബ്ലോക്കായിട്ടാണ് നമ്മൾ IPv6 അഡ്രസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് IP ക്ലാസസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് IP ക്ലാസസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. IP ക്ലാസ് എന്തിനാണ് ഇൻട്രൊഡ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ IP അഡ്രസ്സിനെ നെറ്റ്വർക്കിലെ ഡിവൈസസിന് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ IP ക്ലാസ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ക്ലാസ്സിൻ്റെ സൈസിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ IP അഡ്രസ്സിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ക്ലാസ് എ എന്ന് പറയുന്നത് ധാരാളം നെറ്റ്വർക്ക് ഹോസ്റ്റ് ഉള്ള ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് എയുടെ യൂസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 0 ആണ്. അത് 0 to 127. സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറയുന്നത് 0, അതുപോലെ തന്നെ എൻഡ് ബിറ്റ് എന്ന് പറയുന്നത് 127. ഈ റേഞ്ചിനുള്ളിലാണ് ക്ലാസ് എ IP അഡ്രസ് വരുന്നത്. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ബി ആണ്. ഇത് മെയിൻലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് മീഡിയം സൈസ് നെറ്റ്വർക്ക് ഹോസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 128 to 191 ആണ്. അടുത്തതെന്ന് പറയുന്നത് ടൈപ്പ് സി അഡ്രസ്സാണ്. ടൈപ്പ് സി അഡ്രസ്സാണ് നമ്മളെല്ലാവരും തന്നെ ഉപയോഗിച്ച് വരുന്നത്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 192 to 223 ആണ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഹോസ്റ്റ് അഡ്രസ്സിന് അഡ്രസ്സ് അസൈൻ ചെയ്യുന്ന IP അഡ്രസ്സാണ് ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് ടൈപ്പ് ഡി ആണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 224 to 239 ആണ്. ഇന്ന് യൂസ് ചെയ്യുന്നത് മെയിൻലി മൾട്ടി കാസ്റ്റിങ്ങിനാണ്. അതായത് ഒരു ഹോസ്റ്റിൽ നിന്നും മൾട്ടിപ്പിൾ ഹോസ്റ്റിലേക്ക് ഇവിടുന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതായത് വീഡിയോ സ്ട്രീമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് ഡി IP അഡ്രസ്സ് ഉപയോഗിക്കുന്നത്. അവസാന ടൈപ്പ് അഡ്രസ്സ് എന്ന് പറയുന്നത് ടൈപ്പ് ഇ ആണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 240 to 255 ആണ്. ഇത് പൊതുവെ ആരും ഉപയോഗിക്കാറില്ല, കാരണം ഇത് എക്സ്പെരിമെൻ്റൽ പർപ്പസിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന IP അഡ്രസ് റേഞ്ചാണ് ടൈപ്പ് ഇ IP അഡ്രസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് IP അഡ്രസ്സിൻ്റെ 2 ടൈപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. IP അഡ്രസ്സ് പ്രധാനമായിട്ടുമുള്ളത് 2 ടൈപ്പിലാണ്: പ്രൈവറ്റ് IP അഡ്രസ് ആൻഡ് പബ്ലിക് IP അഡ്രസ്. പ്രൈവറ്റ് IP അഡ്രസ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിനുള്ളിൽ മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന IP അഡ്രസ്സുകളെയാണ് പ്രൈവറ്റ് IP അഡ്രസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു കമ്പനി കൺസിഡർ ചെയ്യാം. അവിടെ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത ഡിവൈസിനെ തമ്മിൽ കണക്ട് ചെയ്യാം. പക്ഷേ ആ ഡിവൈസിന് പുറത്തുള്ള നെറ്റ്വർക്കിലെ ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രൈവറ്റ് IP അഡ്രസ് എന്ന് പറയുന്നത്. പബ്ലിക് IP അഡ്രസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ISP നമ്മുടെ റൗട്ടറിന് അസൈൻ ചെയ്യുന്ന ആ അഡ്രസ്സിനെയാണ് നമ്മൾ പബ്ലിക് IP അഡ്രസ് എന്ന് പറയുന്നത്. കാരണം ഇതിനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു നെറ്റ്വർക്ക് വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പബ്ലിക് IP അഡ്രസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് എക്സ്റ്റേണൽ IP അഡ്രസ് എന്നുള്ളത്. ഇനി സെക്യൂരിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രൈവറ്റ് IP അഡ്രസ്സാണ് മുന്നിൽ നിൽക്കുന്നത്. കാരണം അതൊരു നെറ്റ്വർക്കിനുള്ളിൽ മാത്രമേ കണക്ട് ചെയ്യുന്നുള്ളൂ. അതുമല്ല, അതിന് ഇൻ്റർനെറ്റ് എക്സ്പോഷർ അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് IP അഡ്രസ് എന്ന് പറയുന്നത് മോർ സെക്യൂറാണ്. ബട്ട് ഇൻ കേസ് ഓഫ് പബ്ലിക് IP അഡ്രസ് വരുമ്പോൾ അത് സെക്യൂരിറ്റി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് ഇൻ കേസ് ഓഫ് പബ്ലിക് IP അഡ്രസ്. കാരണം നമ്മളവിടെ ഒരു പബ്ലിക് നെറ്റ്വർക്കിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ധാരാളം വേറെ നമുക്കറിയാത്ത ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സെക്യൂരിറ്റിയും കുറവായിരിക്കും. ഇനി നമുക്ക് വേറെ 2 ടൈപ്പ് ഓഫ് IP അഡ്രസ്സിനെ ഡിസ്കസ് ചെയ്യാം. അതാണ് സ്റ്റാറ്റിക് IP അഡ്രസ് ആണ് ഡൈനാമിക് IP അഡ്രസ്. സ്റ്റാറ്റിക് IP അഡ്രസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ മാനുവലായിട്ട് ഒരു ഡിവൈസിന് അഡ്രസ്സ് അസൈൻ ചെയ്യുന്ന അഡ്രസ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് IP അഡ്രസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേപോലെ ഡൈനാമിക് IP അഡ്രസ് എന്ന് പറയുന്നത് ഒരു ISP വഴി നമ്മുടെ ഡിവൈസിന് കിട്ടുന്ന അഡ്രസ്സിനെയാണ് നമ്മൾ ഡൈനാമിക് IP അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റിക് IP അഡ്രസ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു കമ്പനി പർപ്പസിന് വേണ്ടിയായിരിക്കും. അതായത് നമുക്ക് എപ്പോൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിച്ചാലും ആ ഒരു അഡ്രസ്സിൽ ആ പർട്ടിക്കുലർ ഡിവൈസ് അവൈലബിൾ ആയിരിക്കണം. ആ കേസിൽ നമ്മൾ സ്റ്റാറ്റിക് IP അഡ്രസ് ഉപയോഗിക്കും. പക്ഷേ ഡൈനാമിക് IP അഡ്രസ് അങ്ങനെയല്ല. പല സെഷനിൽ നമ്മൾ പലയിടത്ത് പോയി ഏത് നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പലപ്പോഴും പല അഡ്രസ്സ് ആയിരിക്കും കിട്ടുന്നത്. അതിനാണ് നമ്മൾ ഡൈനാമിക് IP അഡ്രസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക് IP അഡ്രസ് അറിയണമെങ്കിൽ ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ജസ്റ്റ് ബ്രൗസർ എടുക്കുക, ഗൂഗിളിലേക്ക് പോയിട്ട് IP അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന റിസൾട്ട് തന്നെ നിങ്ങളുടെ പബ്ലിക് IP അഡ്രസ് ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഡിവൈസിൻ്റെ IP അഡ്രസ്സ് അറിയണമെങ്കിൽ ജസ്റ്റ് കമാൻഡ് R കൊടുക്കുക. അതായത് Ctrl+R കൊടുത്തിട്ട് CMD ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ipconfig എന്ന് കൊടുക്കുക. അത് വരുന്നതായിരിക്കും നിങ്ങളുടെ ഡിവൈസിൻ്റെ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. IP അഡ്രസ് എന്നാൽ എന്താണ്, IP അഡ്രസ്സിൻ്റെ ഫങ്ഷൻസ്, IP അഡ്രസ്സിൻ്റെ 2 വേർഷൻസ്, ടൈപ്സ് ഓഫ് IP അഡ്രസ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കിയത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ഇനിയുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ റിസർച്ച് ചെയ്ത് അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.